എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നാളായി, ഇപ്പോൾ ഒരു 4-5 മാസമായി ഉണ്ടാവും. കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയി, കുറച്ച് കുടുംബപരമായിട്ട് കുറച്ച് കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവേണ്ടി വന്നു. അപ്പോൾ ബിസി ആയിരുന്നു, അതാണ് വരാതിരുന്നത്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്, അതും നല്ലൊരു ദിവസം. വിഷു അല്ലേ? അപ്പൊ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണു അല്ലേ? ഞങ്ങൾ മിസ് ചെയ്തോ നിങ്ങക്ക്? കമന്റ് ഇട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചോദിച്ചിരുന്നു അല്ലേ? അതെ, കൊറേ മെസ്സേജുകൾ അവസാനമായപ്പോഴേക്കും കൊറേ എന്താ വരാത്ത വേഗം വായോ എന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ വന്നിരിക്കുകയാണ്, നല്ലൊരു ദിവസം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണു, സുഖമായിട്ടിരിക്കണു, സന്തോഷമായിട്ടിരിക്കണു എന്ന് വിചാരിക്കണു. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇന്ന് ഞാനും സോനും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ, നാളെ വിഷു ആണ്, ഇന്ന് തലേദിവസം വൈകിട്ടാണ്. അപ്പൊ രാത്രി ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ കണിയൊക്കെ ഒരുക്കിയിട്ടിരിക്കുകയാണ് ഞങ്ങള്. അപ്പൊ നാളെ ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള വിഷു ആഘോഷം ഉണ്ടാവും. അപ്പൊ അത് നമ്മള് നിങ്ങളെ കാണിക്കുന്നതാണ്, നിങ്ങളെല്ലാരും കാണണം. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ ഇടയില് സംസാരിക്കാം. നാളെ രാവിലെ കണി കണ്ടിട്ടല്ലേ? അതെ, രാവിലെ കണി കണ്ടിട്ട് നമുക്ക് പിന്നെ ഉച്ചവരെ ഉള്ളത് നമ്മൾ എടുക്കും. അപ്പൊ സദ്യയൊക്കെ കഴിക്കുന്നു. അതെ, നിങ്ങള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം കേട്ടോ. ഇനി അപ്പൊ നാളെ രാവിലെ നമുക്ക് വിഷുവിന്റെ അന്ന് രാവിലെ കാണാം. ചെറിയൊരു കണിയൊക്കെ ഞങ്ങള് ഒരുക്കിയിട്ടുണ്ട്, കുഞ്ഞു കണിയാ, കുഞ്ഞ് കണി. അപ്പൊ നാളെ രാവിലെ കാണാം. ഞങ്ങൾ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി അല്ലേ? ഞങ്ങളുടെ ഇവിടെ ഫ്ലാറ്റില് ആദ്യമായിട്ടാണ് വിഷു കണി വെക്കണത്. ഒന്നെങ്കിൽ എൻ്റെ വീട്ടിലാവാറുണ്ട്, അല്ലെങ്കിൽ സോനുവിൻ്റെ വീട്ടിലാവാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് അമ്പലത്തിലൊക്കെ പോയി കാണാറുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അടുത്തത്, ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കുറേ പ്രാവശ്യം രാവിലെ വിഷുക്കട്ട കഴിച്ചിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഇരുന്നിട്ട് സോനുവിനോട് ഇങ്ങനെ പറയാ, വിഷുക്കട്ടയായിരുന്നു പണ്ട് ചെറുപ്പത്തില് എന്നൊക്കെ. അപ്പൊ സോനു ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അതെ, ഞങ്ങളുടെ ഇങ്ങോട്ട് ഈ വിഷുക്കട്ട എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞാനും ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഈ യൂട്യൂബൊക്കെ കണ്ടു തുടങ്ങി പിന്നെ അതിലാണ് ഞാൻ കണ്ടത്. പിന്നെ നികേഷ് ഏട്ടൻ പറയാറുണ്ട് വിഷുക്കട്ട എന്ന്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, ഇത് തൃശ്ശൂർ ഭാഗത്തേക്കാണല്ലോ, വേറെ ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. വേറെ ഭാഗത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ചെറുപ്പത്തിലേ അമ്മ ഇങ്ങനെ വിഷുക്കട്ട ഉണ്ടാക്കി തരുന്നതും അന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത അതായിട്ട് മനസ്സിലിങ്ങനെ കിടക്കും. ഇപ്പൊ അടുത്ത കാലത്തായിട്ടൊക്കെ അത് മിസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ വർത്താനത്തില് ചുമ്മാ അങ്ങനെ സോനിനോട് പറയുന്നു, അപ്പൊ ഉണ്ടാക്കി തരാം. അറിയോ? ഉണ്ടാക്കാറിയോ? നല്ല സിമ്പിൾ ആണ്, ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് വിഷുക്കട്ട പോവാം. അതാ, ഞാൻ വിഷുക്കട്ട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുതിർത്ത ഉണക്കലരി, പിന്നെ 1-ാം പാല്, 2-ാം പാല്, പിന്നെ കുറച്ച് ജീരകം ഇത് ചതച്ചെടുത്താണ്, പിന്നെ ഉപ്പും മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ 2-ാം പാലിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 90-95% വെന്ത് കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് 1-ാം പാൽ ഒഴിച്ച്, ഒപ്പം തന്നെ ചതച്ച ജീരകവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് തേങ്ങാപ്പാൽ അങ്ങ് വറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. വിഷുക്കട്ട നമ്മൾ കഴിക്കാൻ പോകുന്നത് ശർക്കരപ്പാനി അർത്താട്ടോ. ചിലവർ മാങ്ങാക്കറിയൊക്കെ കൂട്ടി കഴിക്കുമെന്നാണ് ഞാൻ വീഡിയോ നോക്കി ഇപ്പോൾ കണ്ടത്. അപ്പോൾ അതവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഒന്ന് വെള്ളമൊക്കെ ചേർത്തൊന്ന് ഉരുക്കിയെടുക്കാം. വിഷുക്കട്ട റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. വിഷുക്കട്ട അവിടെ ആണുള്ളൂ. ആ സമയത്ത് ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കുക.
അമ്പലത്തിൽ പോട്ടെ നമുക്ക്. ഇത് നമുക്ക് എല്ലാം സെറ്റാക്കി വെച്ചു പോണം, എന്നാലാണ് ഒരു കട്ട പോലെ ഇരിക്കുള്ളൂ അവസാനം. എവിടെ വിഷുക്കട്ട? എവിടെ വിഷുക്കട്ട ആയില്ല, അതിന്റെ അകത്ത് കുക്ക് ആയിട്ടേ ഉള്ളൂ. അതെയോ? കുറച്ച് ഞാൻ കുളിക്കാൻ പോവാട്ടോ. നമ്മുടെ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയ വിഷുക്കട്ട ഒരു ഇലയിലേക്ക് സെറ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് കട്ട പോലെ മുറിച്ചെടുക്കാം. അങ്ങനെ അതാ വിഷുക്കട്ട ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വാഴയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ കട്ട പോലെ സെറ്റാവും. അപ്പം അതുവരെ നമുക്കിത് മൂടി വെച്ചേക്കാം. ഈ സമയത്ത് നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ വിഷുക്കോടി. അപ്പോൾ ഞങ്ങള് ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. ആദ്യം പോണത് അമ്പലത്തിലേക്കാണ്. നമ്മളെല്ലാ വിഷുവിനും രാവിലെ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോവാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും എല്ലാം മനസ്സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഞങ്ങൾക്കും ഉണ്ടാവട്ടെ എല്ലാം. അപ്പൊ നമ്മൾ ഇറങ്ങിയല്ലേ, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടില്ലേ? ഇത് കൊന്നയുടെ ഇത് തീമുള്ള ഒരു ഇതാണ്. അതെ, വിഷുക്കൊന്ന ഫുള്ള്. അതെ, മുണ്ടേലും അതെ വിഷു കൊന്നയുടെ ഇതുള്ളത്. അപ്പൊ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ച വിഷുക്കട്ടയൊക്കെ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഇറങ്ങാണ് കേട്ടോ. ഇനി നമുക്ക് അമ്പലത്തിൽ വെച്ചിട്ട് കാണാം. ഞങ്ങള് ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഇപ്പൊ. പാട്ടുപുരക്കൽ അമ്പലത്തിലാണ് കാക്കനാട്ടിലെ. നമ്മള് മുമ്പ് കുറെ വ്ളോഗ്സിലൊക്കെ കാട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോ നിന്ന വിഷു ദിനായതുകൊണ്ടാന്ന് തോന്നുന്നു കുറെ വണ്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, കാറും ബൈക്കും ഒക്കെ. അപ്പൊ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ കയറി പ്രാർത്ഥിക്കാൻ പോവാണ്. കാണാം, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോ കാണാം. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോ കാണാം. ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചു ഇറങ്ങി. ചെറിയൊരു തിരക്കുണ്ടല്ലേ ചെറുതാ, നല്ല തിരക്കുണ്ട്. സാധാരണ നമ്മൾ വരുമ്പോ അധികം ആൾക്കാരുണ്ടാവാറില്ല. ഇന്ന് വിഷു ആയതുകൊണ്ടായിരിക്കും കുറെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ചേച്ചി നമ്മളെ കണ്ടിട്ട്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി എൻ്റെ കൂടെ മിൻ ചേച്ചി അല്ലേ, ചേച്ചിനെ കാണാൻ പറ്റി. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് തൊഴുതു, പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ കിട്ടി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വർഷമാവട്ടെ, പറഞ്ഞ പോലെ ഞങ്ങൾക്കും നല്ല വർഷമാവട്ടെ. അപ്പൊ നമുക്ക് വിഷുക്കട്ട കഴിക്കണ്ട, ഇനി വീട്ടിൽ എത്തിയിട്ട് കഴിക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചെല്ലാം സെറ്റായി കാണും. അതുപോലെ നമുക്ക് വിഷു കൈനീട്ടം കൊടുക്കണം. എനിക്ക് തരുമോ? നമ്മുടെ വീട്ടില് മൂത്തോരോ താഴെയുള്ളവർക്ക് കൊടുക്കാറ്. അപ്പൊ ഞാനോ നിനക്ക് തരണ്ടോ? നേരത്തെ കിട്ടില്ലാന്നോ? ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് വിഷു കൈനീട്ടം കിട്ടിയിട്ടോ. അതെ, ഒരു കാർഡും തന്നു അല്ലേ? കിട്ടി, വിഷു കൈനീട്ടം കിട്ടി അമ്പലത്തിൽ നിന്ന്. അപ്പൊ നമുക്കിനി വീട്ടിൽ എത്തിയിട്ട് കാണാം അല്ലേ? വീട്ടിലെത്തിയിട്ട് കാണാം. ഞങ്ങൾ വിഷു കൈനീട്ടം കൊടുക്കുകയാണ്. അപ്പൊ ഞങ്ങള് 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷു കൈനീട്ടം കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സോണിനെ കൊടുക്കുകയാണ്. നല്ലൊരു വർഷമാവട്ടെ കേട്ടാ.
സോനുവിനെ മാത്രമല്ല നമുക്ക് രണ്ടാക്കും നല്ല വർഷമാവട്ടെ, ഒരുപാട് പൈസയും ഒക്കെ അതെ, ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്കും അതുപോലെ ആവട്ടെ. ഇനി ഞാനും തിരിച്ചങ്ങോട്ട് തരാം. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. നികേഷേട്ടനും വളരെ നല്ലൊരു വർഷമാവട്ടെ, ഈ എല്ലാ വർഷവും. എനിക്ക് ആരോഗ്യവും സമ്പത്തും ഏറ്റവും കൂടുതൽ സമാധാനം വേണ്ടത്, സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ നമുക്ക് രണ്ടാൾക്കും. നല്ലൊരു ലൈഫും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവട്ടെ. അതെ അതെ. ഇനി നമുക്ക് നല്ല വിശപ്പുണ്ട്, നമുക്കപ്പോ വിഷുക്കട്ട കഴിക്കണ്ടേ? വിഷുക്കട്ട കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അമ്പലത്തിൽ പോയി വരുമ്പോഴേ സമയം കുറെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കണം കേട്ടോ. വിഷുക്കട്ട കഴിക്കുന്ന ഭാഗവും സെറ്റ് ആയിട്ടുണ്ടോ നോക്കട്ടെ. ഇപ്പൊ സെറ്റ് ആയി കാണും. അതെ, ഞങ്ങള് ഇപ്പൊ കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മള് റെഡിയാക്കി വെച്ച വിഷുക്കട്ട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ മുറിക്കാൻ പോവാണ്. മുറിക്കട്ടെ നികേഷേട്ടാ? മുറിക്ക്. കട്ട പോലെ വരണം, ഷേപ്പില് വരണം കേട്ടോ. അയ്യോ, എനിക്ക് വലിയ ഷേപ്പ് ഒന്നും അറിഞ്ഞൂടാ. സാരില്ല, പറ്റണ പോലെ മതി. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിഷു കട്ട. അങ്ങനെ രാവിലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിന് വിഷുക്കട്ട കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ വിഷുക്കട്ട ഒരു നമ്മുടെ എന്താ പറയാ വിഷുവിന്റെ എന്റെയൊക്കെ ഓർമ്മകളിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പൊ ഇന്ന് വിഷുക്കട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണം. ഉച്ചയ്ക്ക് നമ്മള് സദ്യ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്, ലുലു മാളിന്ന് ലുലു വിഷു സദ്യ. അപ്പൊ രാവിലെ നമ്മള് വിഷുക്കട്ട കഴിച്ച് ഹാപ്പി ആവാണ്. കഴിക്കാം. വിഷുക്കട്ടയുടെ കൂടെ കഴിക്കുന്നത് ശർക്കരപ്പാനിയാണ് കേട്ടോ. ചില സ്ഥലത്ത് മാങ്ങാക്കറിയൊക്കെ കഴിക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടു. ഞങ്ങളുടെ ഭാഗത്തൊക്കെ എലിശ്ശേരിയാണ് കഴിക്കാറ്. അതെയോ? പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മള് ഇന്ന് ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കിയത്. എലിശ്ശേരി ആണ് അമ്മ എനിക്ക് തന്നിരുന്നത് എന്റെ ഓർമ്മയില്. വിഷുക്കട്ടയും എലിശ്ശേരിയും. എലിശ്ശേരി ഇല്ല, നമ്മള് ശർക്കരപ്പാനി അല്ലേ? അതെ, ശർക്കരപ്പാനി. എങ്ങനെയാ സോനു ഇത്? ശർക്കര വെറും വെള്ളത്തിൽ ഉരുക്കിയെടുത്താ. ചിലവരൊക്കെ അത് ചുക്ക് പോലെ എന്തേലും ചേർക്കും, പിന്നെ എന്താ ഏലക്കയൊക്കെ ചേർക്കും. ഞാനൊന്നും ചേർത്തില്ല. ഒഴിക്കട്ടെ? കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഈ ശർക്കരപ്പാനിന്റെ വിഷുക്കട്ടയിലേക്ക് ഒഴിക്കണം. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട്? നന്നായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഉണ്ടെന്ന് കുറെ ഭാഗങ്ങളിൽ ഉണ്ടെന്ന്. ഞങ്ങളുടെ ഇങ്ങോട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. തൃശ്ശൂർ ഭാഗത്തേക്ക് കൂടുതലുണ്ടോ? നമ്മുടെ ഭാഗത്തുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. അമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. ഉണക്കലരിയിൽ ഉണ്ടാക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഉണ്ടല്ലേ? കഴിക്കാം നമുക്ക്. അതെ, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇനി പ്രത്യേകിച്ച് രാവിലെ ഒന്നും കഴിക്കണില്ല. അഞ്ച് ഉച്ചയ്ക്ക് സദ്യ. അതെ, ഉച്ചയ്ക്ക് സദ്യ. അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ലുലു മാളിൽ പോവും. അവിടെയാണ് സദ്യ ഏൽപ്പിച്ചിട്ടുള്ളത്. അതെ, സാധാരണ അവര് കൊണ്ടുതരാറ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അവര് ഹോം ഡെലിവറി നിർത്തിന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയി കളക്ട് ചെയ്യണം. ഞങ്ങള് സദ്യ മേടിക്കാൻ വേണ്ടി പോവാണ് ലുലു മാളിലേക്ക്. എടപ്പള്ളി ലുലു മാൾ, ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കിട്ടുക. ഇപ്രാവശ്യം ഹോം ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയിട്ട് വാങ്ങിക്കണം. അപ്പൊ നമ്മള് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. മേടിച്ചു വന്നിട്ട് നമ്മള് സദ്യ കഴിക്കും. എല്ലാരും പോയേക്കരുത്, സദ്യ ഒക്കെ കഴിച്ചിട്ട് പോണം. അത് അവസാനം വരെ കാണാം. സദ്യയും പായസവും ഉണ്ട്. അപ്പൊ അതെല്ലാം അപ്പൊ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഞങ്ങൾ. കാണാം, ഇടയിലൊക്കെ കാണാം. നമ്മള് ലുലുവിൽ എത്തിയിട്ടോ. ഇനി അവിടെ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സദ്യ കിട്ടാൻ. അപ്പൊ അങ്ങോട്ട് പോവാം അല്ലേ? ഇന്ന് വലിയ തിരക്കൊന്നും കാണാനില്ല. അവിടെ വിഷു ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ നമ്മള് കുറച്ച് നേരത്തെ എത്തിയുള്ളത് 11 മണിയാകുമ്പോൾ എത്താനാണ് പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പേ നമ്മൾ എത്തിയിട്ടുണ്ട്. നോക്കാം, അവിടെ ചെന്ന് ചോദിച്ചു നോക്കാം. ഫുഡ് അയച്ചെങ്കിൽ മേടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകാം. സദ്യ എല്ലാം 2 പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ?
നല്ല കനമുണ്ടല്ലോ. അപ്പൊ കൊറേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് സോനു. എല്ലാ ഐറ്റവും ഇല്ലേ സദ്യയുടെ? അതാ നല്ല കനമുണ്ട്. അപ്പൊ നമ്മളിന്ന് ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളാക്കി വിഷു ആഘോഷിക്കുകയാണ്. നീ വീട്ടിൽ എത്തിയിട്ട് കാണാം അല്ലേ? വീട്ടിലെത്തിയിട്ട് കാണാട്ടോ. നമ്മുടെ വിഷു സദ്യയുടെ പാക്കൊക്കെ റെഡി ആയിട്ട് ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് തുറന്നാലോ? തുറന്നു നോക്കാം എന്തൊക്കെയാ ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് നോക്കാം. രണ്ടും ഒരുപോലത്തെ നല്ല പാക്കിങ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞുണ്ട് എല്ലാം ഉണ്ട്. നന്നായിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് വാഴയില എടുത്തിട്ട് ഓരോന്നും എടുത്തങ്ങ് ഇപ്പുറത്തേടെ വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുൾ വിഷു സദ്യ പാക്ക് ഉണ്ട്. നമുക്ക് തുടങ്ങാം. നമുക്ക് ഇലയൊക്കെ വിരിച്ച് എനിക്ക് തുടങ്ങാം. അങ്ങനെ വിഷു സദ്യ റെഡിയായി. നമ്മള് ഇലയിലൊക്കെ എല്ലാം ആക്കി ഇനി കഴിക്കാൻ തുടങ്ങുകയാണ് അല്ലേ. നമ്മുടെ സദ്യ എല്ലാ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട്. വയറ് നിറച്ച് കഴിക്കാൻ ഞങ്ങള് തുടങ്ങുകയാണ്. തുടങ്ങട്ടെ. പായസമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മാറ്റി വെച്ചേക്ക്. രണ്ടൈറ്റം മാറ്റിട്ടുണ്ട്. 2 കൂട്ടം പായസം ഉണ്ട് മാറ്റി വെച്ചിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാലടയും പിന്നെ ഗോതമ്പ് പായസം കണ്ടിട്ടുണ്ട്. അതെയാ? പരിപ്പാണോ? പരിപ്പ് ഗോതമ്പ് ഓർണം പാലട. കഴിക്കാം. ഇപ്പൊ കഴിച്ചു വിഷു സദ്യ. സദ്യ ആ ഓണത്തിന് കഴിക്കുന്ന അതേ സദ്യയുടെ. അതെ. പുളിഞ്ചി ഇഞ്ചിക്കറി അല്ലേ? ഇഞ്ചിക്കറി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചിക്കറി കഴിച്ചോ? മധുരം കുറവാട്ടോ ഈ ഇഞ്ചിക്കറിക്ക്. ഇഞ്ചിക്കറി പിന്നെ അതുപോലെ പൈനാപ്പിളിന്റെ ഒന്ന് ഉണ്ടായിരുന്നു മധുരം. അത് പൈനാപ്പിള മുന്തിരി. ഇപ്പൊ നമുക്കിത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പായസം കുടിക്കുമ്പോ കാണാൻ പയ്യെ ഇരുന്നിട്ട് കഴിക്കട്ടെ. ഇത് കൊറേ ഉണ്ട്. ആസ്വദിക്കട്ടെ. വീഡിയോ ഓഫ് ചെയ്തിട്ട് അത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഫുള്ള് കാലിയാക്കണം പ്ലേറ്റ്. കഴിച്ചിട്ട് കാണാട്ടാ. ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. സദ്യയൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തത് പായസം കുടിക്കാന്ന് വിചാരിച്ചു. പായസം 2 പായസമാണ് തന്നുള്ളത്. ഒന്ന് പാലട പ്രഥമനും ഒന്ന് പരിപ്പും. ഇപ്പൊ സോനുവിന് കൂടുതൽ ഇഷ്ടം പരിപ്പ്, എനിക്ക് കൂടുതൽ ഇഷ്ടം പാലട. അപ്പൊ ഞാൻ പാലട കുടിക്കാൻ തുടങ്ങി. സോനു പരിപ്പ് കുടിക്കാനുള്ള വയറൊന്നും ഇല്ല, എന്നാലും കുറച്ച് കുടിക്കാം. എനിക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ്. അത് രസമുണ്ട് കേട്ടോ. നല്ല മധുരമാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായി, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇനി വൈകിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോവും, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോവും. അപ്പം അതൊന്നും നമ്മൾ വീഡിയോയിൽ എടുക്കലുണ്ടാവില്ല. നമ്മൾ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ പറയാനുള്ളത്? അപ്പോൾ ഇങ്ങനെ പ്രാവശ്യം കുറച്ച് ഗ്യാപ്പ് വന്നു. ഓരോരോ കാര്യങ്ങളിൽ കുടുംബത്തിലൊക്കെ ഓരോരോ വിഷയങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവേണ്ടി വന്നു, തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഗ്യാപ്പ് വന്നത്. പരമാവധി ഗ്യാപ്പ് എത്താതെ നോക്കാം കേട്ടോ. അത് ഉറപ്പ് ഞാൻ പറയുന്നില്ല. കാരണം എപ്പോഴും നമ്മൾ നേരത്തെ വരാമെന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ അപ്രാവശ്യം മുമ്പത്തേക്കാളും വൈകിട്ടാണ് പിന്നെ വരാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞ പോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും നിങ്ങളെ കാണാൻ വന്നിരിക്കും. ഞങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞു വരും.
കുറച്ച് വൈകിയാലും വരാതിരിക്കില്ല. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ. ഇനി സോനു എന്തെങ്കിലും പറയാനുണ്ടാവും? പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അപ്പൊ നമുക്ക് പുതിയ വീഡിയോ കണ്ടാൽ അപ്പൊ ഇനി പുതിയ വീഡിയോയിൽ കാണാം. അപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ.